ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഇതൊന്ന് നീളത്തിൽ മുറിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തൊലിയെല്ലാം കളയാണ്. ഇനി ഇത് ഒരു മീഡിയം കനത്തിൽ, ഒരുപാട് കനം കുറയാനും പാടില്ല, അല്ലെങ്കിൽ വറുക്കുമ്പോൾ തീരെ കനമില്ലാതെയാവും. ഒരു മീഡിയം കനത്തിൽ വട്ടത്തിൽ മുറിച്ചതിന് ശേഷം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. ഒരുപാട് അങ്ങോട്ട് സ്ലൈസ് ആയി പോകാനും പാടില്ല. ഇപ്പം ഇതെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടുവെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഉരുളക്കിഴങ്ങൊന്ന് നന്നായിട്ട് ഇതുപോലെ തിളച്ച് വേവണം. ഒരുപാട് വെന്ത് ഉടയാനൊന്നും പാടില്ല. ഒരു മീഡിയം വേവാവുന്നത് വരെ നമുക്കിത് തിളപ്പിക്കാം. അപ്പോഴാണ് വറുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഉപ്പൊക്കെ അവസാനമാണ് നമ്മൾ ഇടുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഏകദേശം ഒരു 5 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, കറക്റ്റ് വേവാണ്. ഇനി നമുക്കിത് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ടവല് വിരിച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ ആവിയൊക്കെ ഒന്ന് പോയി ഇതൊന്ന് തണുത്ത് വരണം. അതിനുശേഷമാണ് നമ്മളിത് വറുക്കാൻ എടുക്കുന്നത്. അപ്പം അതുവരെ ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം. നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് വറുക്കുമ്പോൾ ഇതിലേക്ക് കോൺഫ്ലവർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് നമുക്ക് കിട്ടുക. വേവിച്ച ഉരുളക്കിഴങ്ങിൻ്റെ ആവിയൊക്കെ ഒന്ന് പോകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാം. എന്നിട്ട് ഇതുപോലെ ചൂടാറിയ ശേഷമുള്ള ഉരുളക്കിഴങ്ങ് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഒന്നിനു മേലെ ഒന്നായിട്ട് നമുക്ക് 2 ബാച്ചായിട്ട് ഇത് വറുത്തെടുക്കണം. ഫ്ലെയിം ഒരിക്കലും ഹൈയിലിടരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിൻ്റെ ഉള്ളൊന്നും നന്നായിട്ടൊന്നും മൊരിഞ്ഞു കിട്ടില്ല. ലോ ഫ്ലെയിമിൽ ഇടാം, അല്ലെങ്കിൽ മീഡിയത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വറുത്തെടുക്കാം. അതെ, ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇപ്പം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് നമ്മളിത് മാറ്റി വയ്ക്കണം. കാരണം ഇത് നമ്മൾ ഒന്നും കൂടി ഇത് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് ശരിക്കും ഒന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ച് ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം അത് നമ്മൾ മാറ്റി വയ്ക്കാൻ പോവാണ്. ഇനി അതൊന്ന് തണുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നും കൂടി വറുത്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ഈ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കോൺഫ്ലവർ ഒന്നും ചേർക്കാതെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിരിക്കും എന്ന് പറഞ്ഞത്. ഇതുപോലെ 2 പ്രാവശ്യം നമ്മൾ വറുത്തെടുക്കണം. അപ്പോഴാണ് ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ ആദ്യം വറുത്ത ബാച്ച് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം ഒന്നുകൂടി വറുത്തെടുക്കുകയാണ്. ഇപ്പം ഇത് ആ കളറൊക്കെ കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കളറിലാണ് ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒട്ടും കരിയൊന്നും ചെയ്തിട്ടില്ല. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് പുറം നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഒരു 3 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇഷ്ടപ്പെട്ട
സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.